ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനൊപ്പം ജീവിക്കാൻ ഇറങ്ങി തിരിച്ച തിരുവനന്തപുരം സ്വദേശിനിയുടെ മൃതദേഹം തമിഴ്നാട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. രഞ്ജിനി എന്ന 30-കാരിയുടെ മൃതദേഹമാണ് കൃഷ്ണഗിരി ജില്ലയിലെ കാവേരി പട്ടണത്തെ പാടത്ത് കണ്ടെത്തിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സൂര്യ എന്ന യുവാവിനൊപ്പം ജീവിക്കാൻ 6 മാസം മുൻപാണ് യുവതി ഭർത്താവിനെയും കുടുംബത്തെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം സൂര്യയുമായി വഴക്കിട്ട ഇവരെ പിന്നീട് കാണാതാവുകയായിരുന്നു. സൂര്യ ഒളിവിലാണ്. ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ യുവതി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനോടൊപ്പം അപ്രത്യക്ഷമാകുന്നത്. ഇത്തരത്തിൽ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു പുതുമയുള്ള വാർത്തയല്ല. ഇത്തരം വാർത്തകൾ ഇന്ന് മാധ്യമങ്ങൾ ദിനേന കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ വഴി പരിചയപ്പെട്ട കാമുകനോടൊപ്പം പോവുക, പിന്നീട് ഇത്തരമുള്ള ഒരു ദാരുണമായ അന്ത്യം സംഭവിക്കുക എന്നതൊക്കെ ഇതിന് കൂടുതലും ഇരയാകുന്നത് ഭർത്തമതികളായ യുവതികളാണ്. അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. അതായത് ഭർത്താവും കുട്ടികളും ഒക്കെയായി നല്ല രീതിയിൽ ജീവിക്കുന്ന യുവതികളെയാണ് ഇതുപോലുള്ള കഴുകന്മാർ വശീകരിച്ചിട്ട് വശത്താക്കുകയും പിന്നെ അവരുടെ ആവശ്യം കഴിഞ്ഞ ശേഷം ഇതുപോലെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെ എത്തിപ്പെടുന്നത്. ഇത്തരം വാർത്തകൾ കണ്ടിട്ടാണെങ്കിലും ഇത്തരം രീതിയിലേക്ക് പോകുന്നവർക്ക് ഒരു പാഠമാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരം. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നല്ല. ഇതിനു മുമ്പും ഇതുപോലുള്ള സമാന സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ചിലവർ പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ട് വിശേഷിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം കഴുകന്മാരുടെ ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.